ഇത് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പിങ്ക് മസ്റ്റാർഡ് എന്നാണ്. ഈ കുന്നിൻ്റെ സൈഡിൽ മുഴുവൻ ഈ പൂക്കളാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ, ഒരു വല്ലാത്ത ഭംഗിയാണ്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഐൻ അൽ ഗമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടുള്ള യാത്രയിലാണ്. ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് മാത്രം ഐൻ അൽ ഗമൂർ എന്ന് പറയുന്ന ഭാഗത്ത് ഉള്ള മലകളിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. ആ പൂക്കൾ കാണാനുള്ള യാത്രയിലാണ് ഇപ്പോൾ. ഞാനിപ്പോൾ ഏകദേശം മുനേ ഭാഗത്തെത്തി. ഇവിടെ റോഡ് സൈഡിൽ കുറച്ച് ആ പൂക്കൾ കാണാൻ തുടങ്ങി. അപ്പോൾ കണ്ടപ്പോൾ നിർത്തിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് പോകാനുള്ള ഒരു ഐഡിയയിൽ നിർത്തിയതാണ്. അതിൻ്റെ പുറകിൽ കാണുന്നുണ്ട്, ഇവിടെയൊക്കെ ആ പൂക്കളാണ്. ഇവിടെയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും ഞാൻ ഇത് കണ്ടപ്പോൾ നിർത്തിയെന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയെന്നേ ഉള്ളൂ. ഈ സ്പോട്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു മലയുള്ളത്. ഈ കുന്നിൻ്റെ സൈഡിൽ മുഴുവൻ ഈ പൂക്കളാണ്, ഒരു വയലറ്റ് കളറിലുള്ള ഈ പൂക്കളാണ്. നമുക്ക് ഈ യുഎയിലുള്ളവർക്ക് തണുപ്പ് സീസണിൽ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ, അതും പ്രത്യേകിച്ച് ഈ ഫുജിയറ സൈഡിൽ വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പൂക്കളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുനേ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഫുജിയറയ്ക്ക് പോകുന്ന വഴിക്കാണ് മുനേ. അപ്പോൾ റോഡ് സൈഡിൽ മുഴുവൻ ഈ പൂക്കളാണ്. മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. ഞാൻ നേരത്തെ ആ ഇൻട്രോ എടുത്ത സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് അടുത്തൊരു സ്പോട്ട്. ഇവിടെ ഈ ഭാഗത്ത് മുഴുവൻ പൂക്കളാണ്, ഒരുപാട് പൂക്കളുണ്ട്, ഒരുപാട്. ഈ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ ഈ കാണുന്ന ഈ ഏരിയ മുഴുവൻ ഈ പൂക്കളാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ വണ്ടി എടുത്ത് കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ ഈ കാഴ്ച കൊണ്ട് വീണ്ടും നിർത്തിയതാണ്. ഈ ഏരിയ മുഴുവൻ പച്ചപ്പാണ്. ഈ കാണുന്ന മലകളൊക്കെ ഇല്ലേ, വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, മുഴുവൻ ഇങ്ങനെ പച്ചപ്പും പൂക്കളുമാണ്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം പൂക്കളാണ്. ശരിക്കും നമ്മൾ റോഡ് വഴി പോകുന്ന സമയത്ത് ഇത് അത്ര ശ്രദ്ധിക്കില്ല. ഇത് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലമുള്ളത്. ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറിയാൽ തന്നെ ഇവിടെ ഒരുപാടുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. തൊട്ട് പുറകിലൊരു മലയുണ്ട്. ഇപ്പോൾ ആ ഭാഗത്തു നിന്നാണ് വെയിലടിക്കുന്നത്. അപ്പോൾ രാവിലേക്കാണെങ്കിൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. ഇപ്പോഴും പറ്റും, ഇപ്പോഴും നല്ല ഷോട്ട് കിട്ടും, നല്ല ഫോട്ടോസ് കിട്ടും ഇപ്പോഴും. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ എല്ലാം പൂക്കളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്കിനിയിപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാം. അപ്പോൾ ഐൻ അൽ ഗമൂർ റോഡിലുള്ള യാത്രയിലാണ്. എത്തിയിട്ടില്ല, ഇനി ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ പോകുന്ന വഴിയിൽ ഇത് പൂക്കളാണ്. അപ്പോൾ വന്ന സ്ഥലത്ത് ഈ ഹെലിയോ ഭാഗത്ത് എവിടെയാണ്, കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരറിയില്ല, വഹ്ല അങ്ങനെ എന്തോ ഒരു പേരാണ് ഈ സ്ഥലത്തിന് ഗൂഗിൾ മാപ്സിൽ കാണിച്ചത്. ഇവിടെ മുഴുവൻ പൂക്കളാണ്. വരുന്ന വഴിക്ക് മുഴുവൻ 2 വശത്തും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഈ പൂക്കൾ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം ഇത് തന്നെയാണ്. കണ്ണെത്താ ദൂരത്തോളം ഈ കാഴ്ച തന്നെയാണ്. ചില സ്ഥലത്ത് കൂടുതലായിട്ടുണ്ട് പൂക്കൾ, ചില സ്ഥലത്ത് കുറവാണ്. പക്ഷേ ഈ 2 മലകളുടെ ഇടയിലുള്ള താഴ്വര മുഴുവൻ ഈ പൂക്കളാണ്. പിങ്ക് മസ്റ്റാർഡ് എന്നാണ് പറയുന്നത് കേട്ടോ. കാട്ടുകടുവ് എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഇത് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പിങ്ക് മസ്റ്റാർഡ് എന്നാണ്. ആദ്യം പോയ സ്പോട്ടില്ലേ, അവിടെ ഇത്രയും പൂക്കളില്ലായിരുന്നു, പക്ഷേ ഇവിടെ ഒരുപാട് കൂടുതലുണ്ട്. റോഡ് വഴി പോകുമ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. നമ്മൾ നിർത്തി നോക്കിയാൽ മാത്രമാണ് കറക്റ്റ് അറിയാൻ വരുന്നത്. പാറകൾക്ക് ഒരു ഏകദേശം അതേ കളറാണ്. അതുകൊണ്ട് പെട്ടെന്ന് വണ്ടിയിൽ പോകുന്ന സമയത്ത് കാണാൻ പാടാണ്.
നിർത്തി ഇറങ്ങി നോക്കിയാലും ആണ് കാണാൻ പറ്റുന്നത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ, ഒരു വല്ലാത്ത ഭംഗിയാണ്. മഴ കഴിഞ്ഞിട്ട് തണുത്ത ഈ സമയത്ത് ഈ ഒരു സീസണിൽ ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ ഈ നമ്മുടെ ഔട്ടർ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മലകൾ മുഴുവൻ പച്ചപ്പായിരിക്കും. പക്ഷേ ഈ പൂക്കൾ കാണുന്നത് ഞാൻ ആദ്യമായിട്ട്, ഇതിന് മുമ്പും ഇതിങ്ങനെ പലപ്പോഴും ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യമാണ് എനിക്ക് ചാൻസ് കിട്ടിയത് കാണാൻ വേണ്ടിയിട്ട്. എറുക്കേരിയ ഹിസ്പേനിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഈ പൂവിൻ്റെ. ഇതൊരു ഹെർബ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അറബിയിൽ ഈ പൂക്കൾക്ക് ഈ ചെടിക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ സലീഹ് എന്നാണ് പറയുന്നത്. ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതിന് ഈ ഇപ്പോൾ തന്നെ കടുക് പോലെ വന്നിട്ടുണ്ട്. കടുകിൻ്റെ ചെടി കണ്ട ആൾക്കാർക്കറിയാം. കടുക് പോലൊരു പയർ കാണുന്നുണ്ട്. ഇത് വീഡിയോയിൽ കാണുന്നുണ്ടെന്നറിയില്ല. ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇത് വിളഞ്ഞിട്ട് പൊട്ടി താഴെ പിന്നെ ഇവിടെ തന്നെ കിടക്കും. എന്നിട്ടത് കുറച്ച് കാലം കഴിയുമ്പോൾ അടുത്ത മഴയ്ക്ക് പൂക്കും. ഇത് നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഈ ചെടിയുടെ ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ഏപ്രിലാകുമ്പോൾ വെയിലാകുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകും. പക്ഷെ പൂക്കുന്നതെന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി സമയത്താണ് പൂക്കുന്നത്. ഇപ്പോൾ നേരെ ഐൻ അൽ ഗമൂറിലോട്ട് തന്നെയാണ് പോകുന്നത്. എത്താറായി, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഞാനിവിടെ ഈ സ്പോട്ടിലോട്ട് വരാനൊരു കാരണമുണ്ട്. 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പ്ലേസിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കാരണമുണ്ട്. അതല്ലാതെ 4-5 വർഷം മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ കൽബ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. അത് ഇതുപോലൊരു മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സീസണായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെയുള്ള ഏതോ ഒരു ചെറിയ വഴി പോകുന്ന സമയത്ത് ആ ഭാഗത്തുള്ള കുന്നുകൾ മുഴുവൻ ഇങ്ങനെ പച്ചപ്പും കുറേ പൂവൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇറങ്ങിയിട്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പോയിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വെയിൽ ആയിട്ട് ഈ പച്ചപ്പൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പൂവൊന്നും കാണാനില്ലായിരുന്നു. ഈ പൂക്കളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ ആ പണ്ടത്തെ ഒരു ഓർമ്മ വെച്ചിട്ട് വന്നതാണ്. ഐൻ അൽ ഗമൂർ എത്താറായി. അവിടുത്തെ കാഴ്ചകളും കൂടെ കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ ഐൻ അൽ ഗമൂർ എത്തി. ഇവിടെ റോഡിൻ്റെ 2 വശത്തും ഒരുപാട് സ്ഥലത്ത് ഈ സാധനം ഉണ്ട്. നമ്മൾ ഒരു പ്രത്യേക സ്പോട്ട് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. റോഡിൻ്റെ 2 വശത്തും ഒരുപാട് കാണുന്നുണ്ട്. നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി കാണുക, അത്രയേ ഉള്ളൂ. ഈ ഒരു ഏരിയ മുഴുവൻ ഇതാണ്. നല്ല പച്ചപ്പും പൂക്കളുമാണ്. ഈ ഒരു വിഭാഗത്തെല്ലാം ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പ്രത്യേകിച്ച് സ്പോട്ടൊന്നുമില്ല. എന്നാലും ഞാൻ വന്ന 2-3 സ്പോട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വരാൻ താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്തിട്ട് വന്നാൽ മതി. 2-3 ആഴ്ചയൊക്കെ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വന്നിട്ട്, ഇപ്പോൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്കാണ്, 2-3 ആഴ്ചയ്ക്കുള്ളിൽ വന്നിട്ട് ഇത് കാണണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ തന്നെ പല സ്ഥലത്തും ഞാൻ നേരത്തെ ഇറങ്ങിയ സ്ഥലത്തൊക്കെ ഈ പൂ വീണിട്ട് അവിടെയെല്ലാം കായ് വരാൻ തുടങ്ങി. അതായത് കടുകിൻ്റെ ഷേപ്പിലുള്ള അതുപോലെ തന്നെയാണ്. ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് നേരത്തെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കടുകിൻ്റെ ഷേപ്പിലാണിത് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ അത് കായായിട്ട് ഇത് പൊട്ടി താഴെ പോകും. പിന്നെ ആ ചെടിയും കരിഞ്ഞു പോകും. അതാണിതിൻ്റെ ഒരു ലൈഫ് ചെയിൻ എന്ന് പറയുന്നത്. മേലാ ഭാഗത്ത് കാട്ടാടിനെ കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഒരാട്. ഈ ചുറ്റും കാണുന്ന മലകളിലെല്ലാം പച്ചപ്പാണ്. പക്ഷേ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള ആ ഒരു തിക്കായിട്ടുള്ള പച്ചപ്പല്ല, ചെറിയ രീതിയിലുള്ള ഒരു പച്ചപ്പ് എല്ലാ മലകളിലും ഉണ്ട്. ഇവിടെ എല്ലാം ബാർബിക്യൂ ചെയ്തതും ക്യാമ്പ് ചെയ്തതിൻ്റെ പാട് കിടപ്പുണ്ട്.
നിന്നൊക്കെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്യാമ്പിങ്ങിനും കൂടെ പറ്റിയൊരു സ്പോട്ടാണ്. ശരിക്കും ഇതൊരു വാദിയാണ്. മഴക്കാലത്ത് സജസ്റ്റ് ചെയ്യുന്നില്ല, അല്ലാത്ത സമയത്ത് ക്യാമ്പിങ്ങിന് പറ്റിയൊരു സ്പോട്ടാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വരിക. ഐനൽ ഗമോറിൽ തന്നെ വരണമെന്നില്ല, വരുന്ന വഴിക്ക് പല സ്പോട്ടുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അത് ഹിലിയോടെ സൈഡിൽ കുറേ സ്പോട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.